ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. യെഹെസ്കേൽ 36:26. കൂട്ടുകാർക്കെല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ പോയിരുന്നോ? നമ്മുടെ തീം എന്തായിരുന്നു? എല്ലാവരും ഉറക്കെ പറയുന്നു. ഇന്ന് നമ്മുടെ തീം എന്തായിരുന്നു? ഒതന്റിക് ഇന്റലിജൻസ്. ഒരിടത്തൊരത്ത് ഒരു കുഞ്ഞ് കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരിയുടെ പേര് ദിയ എന്നായിരുന്നു. എന്താണ് പേര്? ദിയ എന്നായിരുന്നു പേര്. അപ്പോൾ ഒരു ദിവസം ഈ കൂട്ടുകാരി സ്കൂളിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ പുതിയ 3 കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടെന്ന് ടീച്ചറിനോട് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൂട്ടുകാരി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു ഈ കുഞ്ഞു കോഴികളൊക്കെ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും? ദിയമോൾക്കും അവരുടെ കൂടെ ഓടിച്ചിട്ട് അതിനെയൊക്കെ കളിക്കാമല്ലോ എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ഈ കോഴി ഒരു ദിവസം പെട്ടെന്നുണ്ടായി വന്നതല്ല. ഈ മുട്ടയ്ക്ക് ഈ തള്ളക്കോഴി അടയിരുന്ന് ഒരു ദിവസം വിരിഞ്ഞു വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും പുതിയൊരു ആത്മാവുണ്ട്. ഇന്നലെ നമ്മളൊരു വാക്യം പഠിച്ചത്. ഇന്നലത്തെ നമ്മുടെ വാക്യം എന്തായിരുന്നു? നമ്മുടെ വാക്യം 9. ഇന്ന് നമ്മൾ പഠിച്ചത് പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കുന്നു. ഒരു ക്രിസ്തുവിലായാൽ അവൻ എന്ത് ചെയ്യുന്നു? പുതിയ സൃഷ്ടിയാകുന്നു. അതുപോലെ നമുക്കും ഒരു പുതിയ സൃഷ്ടിയാകണം. നമുക്ക് ആത്മീകമായി വളരുവാൻ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമുക്കൊരു വഴികാട്ടി ഉണ്ടായിരിക്കണം. വഴികാട്ടിയെ കണ്ടെത്തുക. എന്താണ് ചെയ്യേണ്ടത്? വഴികാട്ടിയെ കണ്ടെത്തുക. നമ്മളിപ്പോൾ ടൂറിന് ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ സ്ഥലമൊക്കെ കാണിച്ചു തരാൻ നമ്മുടെ ആര് വരും? ടൂറിസ്റ്റ് ഗൈഡ് വരും. അതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് വളരുവാൻ ഇതുപോലത്തെ ഗൈഡ്സ് ഉണ്ട്. അത് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആകാം, പാസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാകാം. അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വഴികാട്ടിയെ കണ്ടെത്തണം. 2ാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക. എന്താണ്? ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി വളർച്ചകൾ വരും. നമ്മൾ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറും. നമ്മുടെ ഇന്നത്തെ വാക്യം എന്തുവായിരുന്നു? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്ക് പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുവാൻ കഴിയും. കൈയടിച്ച് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു ഹൈവേ ചർച്ച്. വണ്ടികളെല്ലാം പറഞ്ഞത് മനസ്സിലായോ? ഹൈവേ ചർച്ചിൽ EVBS വന്നതിൽ വളരെ സന്തോഷം അല്ലേ? യെസ്. ബണ്ണിയങ്ങൾ മലയാളി അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഭാഷ പറയുന്നത്. ഓക്കെ ബണ്ണിയങ്ങളെ, നമ്മുടെ കുട്ടികളോട് എന്നാ പറയാനുള്ളത്? ആക്ഷൻ കളിക്കുമെന്ന് പിന്നല്ലേ, ആക്റ്റീവ് പിള്ളേരാണ്. യെസ്, നമ്മുടെ പിള്ളേരെ സൂപ്പറാ. കണ്ടോ, ആക്റ്റീവാ. മനസ്സിലായില്ലേ? യെസ്. ബണ്ണിയങ്ങളെ, നമുക്ക് വേണ്ടി എന്നാ ചെയ്യുന്നേ? ആക്ഷൻ കളിക്കുമോ? എല്ലാവരും കൂടെ ചേർന്ന് ആക്ഷൻ കളിക്കും, ഉറപ്പല്ലേ? യെസ്. ഏത് പാട്ടാണ് നമുക്ക് മണ്ണിയങ്ങളുടെ കൂടെ കളിക്കണ്ടേ? ഒറിജിനൽ പോലും പറക്കും. ഉയരെ പറക്കും. അത് മതി. എല്ലാരും അത് മതി എന്നാ പറഞ്ഞേ. പോരെ? ഉയരെ. Are you ready? എന്നാ ചോദിക്കാൻ പോകുന്നത്. Okay. Are you ready? Sound ഇല്ലെന്ന്. One song. Are you ready? Super. അപ്പൊ നമ്മള് വേഗത്തിലാക്കി. ഞങ്ങള് എഴുന്നേക്കുന്നതിന് വേറെ രീതിയുണ്ട്. 3 വാക്കുകൾ പറഞ്ഞാൽ എഴുന്നേക്കുള്ളൂ. ലാപ്ടോപ്പ്, ജമ്പപ്പ്. മണ്ണിയങ്ങളുടെ ഭാഷ പറയാവോ? ഓക്കെ, ഓരോ വാക്ക് പറഞ്ഞോ.
laptop, jumbo. സൂപ്പർ. ഓക്കെ, അപ്പൊ ബണ്ണിയങ്ങൾ നിങ്ങളുടെ കൂടെ കളിക്കും. അപ്പം പക്ഷെ ബണ്ണിയങ്ങൾ കൂടെ കളിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ബണ്ണിയങ്ങളെ കറി ചുമ്മാ ഇങ്ങനെ തൊടാവുള്ളൂ. ചുമ്മാ യോ വേണ്ട വേണ്ട, തുടരുത് തുടരുത് തുടരുത്, വേണ്ട തുടരുത്. ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ, നിങ്ങൾ തുടരുത്. ഇപ്പൊ കണ്ടല്ലോ, പിടിച്ച് കടിക്കും, പിടിച്ച് മാന്തും കേട്ടോ, വയലന്റ് ആള്. തുടരുത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ വന്ന് ആക്ഷനൊക്കെ കളിക്കും, പക്ഷെ പിടിച്ച് തള്ളുകയൊന്നും ചെയ്യരുത്, തുടരുത് കേട്ടോ. പിടിച്ച് വലിച്ചുകൊണ്ടങ്ങ് പോകും. ഓക്കെ, യെസ്. ബണ്ണിയങ്ങൾ റെഡിയല്ലേ? ആർ യു റെഡി ബണ്ണിയങ്ങൾ? Are you ready? അപ്പൊ നമ്മൾ വേഗത്തിൽ പാട്ടെടുത്തു, എല്ലാവരും ആക്ഷൻ കളിക്കുന്നു. യെസ്, യെസ് എവരിവൺ. ഹലോ, എല്ലാവരും ആക്ഷൻ കളിച്ചേ. റോക്ക് വിത്ത് ബണ്ണിയങ്ങൾ. ഓ, ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്നെ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ, ദൈവത്തിന്റെ തേജസ് എന്നെ ഉയരങ്ങളിൽ പറന്നിടുമേ. ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. എന്നേരുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുവേ. ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. എല്ലാവരും ചെയ്തോ. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ഓ, മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ദൈവത്തിന്റെ തേജസ് എന്നേരുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് ഉയരങ്ങളിൽ പറന്നിടുമേ. ഉയരെ 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 ഞാൻ പറക്കും. ഓഹോ, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ്സതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ്സതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. வனாந்தரத்தில் சுற்றம் நாள்கள் முடிந்து விட்டது, பதில்களை நான் தாண்டும் நேரம் வந்து விட்டது. வனாந்தரத்தில் சுற்றம் நாள்கள் முடிந்து விட்டது, எனது கழிச்சே பதில்களை நான் வந்து விட்டது. ஓ, உன்னதாரி மகிமை എന്നേருദിத்ததால் சிறகடித்து பறந்திடுவே. உன்னதாரின் மகிமை എന്നേருദിத்ததால் சிறகடித்து பறந்திடுவே. உயரே 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 நான் உயரே 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 நான் பறப்பேன். உயரே 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 நான் பறப்பேன். உயரே 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 நான் பறப்பேன். உன்னதாரின் மகிமை എന്നേരുദിத்ததால் சிறகடித்து பறந்திடுவே. உன்னதாரின் மகிமை എന്നേരുദിத்ததால் சிறகடித்து பறந்திடுவே. உயரே 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 நான் பறப்பேன். உயரே 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 நான் பறப்பேன். ஓ, உயரே 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 நான் பறப்பேன். உயரே 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 நான் பறப்பேன். സൂപ്പർ. 3 ഉള്ളോ കയ്യടി?
മണിമക്കളെ നമ്മുടെ കൂട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ആ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ എല്ലാ ദിവസവും ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. അതാണ് ബണ്ണിയങ്ങൾ പറഞ്ഞത്. ചെയ്യുമോ? അങ്ങനെ ചെയ്യുമോ? ആ നീ ബണ്ണിയങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ? ഓക്കെ ഓക്കെ. ബണ്ണിയങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ? ചോദിക്കണം. ആ ബാ 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 ആ ചോദിക്ക്. ബണ്ണിക്ക് ബണ്ണിയങ്ങൾ ബണ്ണി ഒറിജിനൽ നെയിം ബണ്ണി. ഒറിജിനൽ നെയിം ബാണ്ടി. ആ ചോദിക്കണോ? ആ എത്ര വയസ്സായെന്ന്? അയ്യോ ബണ്ണിയങ്ങളുടെ പ്രായമായി. ഓ സ്ട്രോങ് ആണ്. കണ്ടറിയാം. ആ സ്ട്രോങ്ങാ. ഇനി ആർക്കെങ്കിലും ബണ്ണിയങ്ങളോട് എന്തെങ്കിലും ചോദിക്കണോ? ബണ്ണിയങ്ങൾ ബൈബിള് വായിക്കുമെന്ന്. ആ ബണ്ണിയങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ടീച്ചേഴ്സിന് ചോദിക്കാറുണ്ടെന്ന്. ആ കഴിഞ്ഞ വർഷത്തെ ബണ്ണിക്ക് ഭയങ്കര വണ്ണമായിരുന്നു. അത് എല്ലാ ദിവസവും രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന്, ഓടാൻ പോകുന്നത്, ചാടാൻ പോകുന്നതിന് കണ്ടോ ഫിറ്റായി. ആ യെസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ ബണ്ണിയങ്ങളോട്? എന്തുവാ ചോദിക്കാറുള്ളത്? ബൈബിളിൽ ഇഷ്ടപ്പെട്ട പുസ്തകം മറന്നുപോയി. യോഹന്നാന്റെ സുവിശേഷം അല്ലേ? യെസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഗേൾസ് ഒരു വാക്യം പറയാമോ? ഒരു വാക്യം പറയാമോ? ഉൽപ്പത്തി 1:1 എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? രാവിലെ കഴിച്ചോന്നു? അയ്യോ കഴിച്ചില്ലല്ലേ? ഇങ്ങോട്ട് വരാൻ വേണ്ടി ബണ്ണിയങ്ങൾ പ്രിപ്പയർ ആയതുകൊണ്ട് കഴിക്കാം. രാവിലെ ലാൻഡ് ചെയ്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു. രാവിലെ എക്സൽ ഓഫീസിൽ നിന്ന് പോയി കൊണ്ടുവന്ന് രാവിലെ റെസ്റ്റ് എടുത്തു. പക്ഷെ കഴിക്കാൻ മറന്നുപോയി. കാരണം നിങ്ങളെ കാണാനുള്ള ആകാംക്ഷയിൽ ബണ്ണിയങ്ങളിക്ക് നേരത്തെ പോരുമായിരുന്നു അല്ലേ? ബണ്ണിയങ്ങളോട് എന്തായാലും ഇനി ഒരു ലാസ്റ്റ് ആയിട്ട് ഒരാൾക്കൂടെ ചോദിക്കാം. ബണ്ണിയങ്ങൾ ഹാപ്പിയാണോ? ഇനി ആക്ഷൻ വേണോ? ഒരാക്ഷനോടെ ചെയ്യണം. ഒരാക്ഷനോടെ ഏതാ? മങ്കിച്ചേട്ട വേണോ? ഒറിജിനൽ. മങ്കിച്ചേട്ട വേണ്ടെന്ന്. മങ്കിച്ചേട്ട ഇച്ചിരി ഉള്ളൂ സാറ്. മങ്കിച്ചേട്ട ഒറിജിനൽ ഒന്നുകൂടെ കളിക്കുന്നു. ലാസ്റ്റാണ്. എല്ലാവരും കളിക്കണം. ഒറിജിനൽ പോലും തോറ്റുപിടക്കാം. എല്ലാവരും ചെയ്തോ? ഒറിജിനൽ പോലും തോറ്റുമടങ്ങും. എന്റെ കാലമാ വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാണി വേറെ ചൊവ്വെ. ഹരിപ്പ പുറമേ കണ്ടാൽ വവ്വോ അകമേ മുഴുവൻ അയ്യോ. പുറമേ കണ്ടാൽ വവ്വോ അകമേ മുഴുവൻ അയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ നാണം കെട്ടല്ലോ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ
നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാതിരൻ ദൈവകൃപയും വേണം, ബുദ്ധി മാത്രം പോരാതിരൻ ദൈവകൃപയും വേണം. ചുമ്മാ ചുമ്മാകും ചുമ്മാകും ചുമ്മാ ഗുമ്മ ചുമ്മാ, ചുമ്മാകും ചുമ്മാകും ചുമ്മാ ഗുമ്മ ചുമ്മാ. ബുദ്ധി മാത്രം പോരാതിരൻ ദൈവകൃപയും വേണം, ബുദ്ധി മാത്രം പോരാതിന് ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാണി നേരെ ചൊവ്വേ പൊക്കോണേ, വല്ലാത്ത കാലമാണ് നേരെ ചൊവ്വേ പൊക്കോണേ. क्या हुआ? വല്ലാത്ത കാലമാ ഓ സൂപ്പർ. യെസ്. ബണ്യങ്ങളിലൂടെ നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫി എടുക്കുന്നോ? എന്താ ബണ്യങ്ങളോട് ചോദിച്ചേ? ഓ വീടെവിടാന്നാണോ ചോദിച്ചേ? വീട്ടിൽ ചെല്ലണമെന്നോ? അയ്യോ സമയമില്ല, അല്ലെങ്കിൽ വീട്ടിൽ വരാമെന്നൊന്നു. അമ്മ പുറകിരുന്ന് നോക്കുന്നു, അമ്മ വരണ്ടതാ പറയുന്നത്. യെസ്, ഓക്കെ. അപ്പൊ നമുക്കൊരു സെൽഫി എടുത്താലോ ബണ്യങ്ങളിലൂടെ? യെസ്, ഓക്കെ. അപ്പൊ എല്ലാരും രണ്ട് കൈ ഫ്രണ്ടിലോട്ട് വെച്ച് തംസ് അപ്പ് വെക്കണം. ഓക്കെ, ഇതുപോലെ. ഓക്കെ, റെഡി അല്ലേ? യെസ്, വാസങ്ങളെ ഞങ്ങളോട് കൂടുന്നോ? ബാ. ഓക്കെ, 1 2 3 go. Yes, selfie with the ബണ്ണിയങ്ങൾ. ഓക്കെ ബണ്ണിയങ്ങളെ, ഹാപ്പി ആയോ? അയ്യോ, ബണ്ണിയങ്ങളുടെ അടുത്ത VBS പോകണം. അങ്ങ് കൊല്ലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ആൾക്കാർ. ബണ്ണിയങ്ങളെ വിടാം നമുക്ക്. അയ്യോ, ബണ്ണിയങ്ങളുടെ പോകാൻ താല്പര്യമില്ലേ? അയ്യോ, നിങ്ങളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ബണ്ണിയങ്ങളുടെ പോയേ പറ്റുള്ളൂ അല്ലേ? സമയമില്ല. ബണ്ണിയങ്ങളൊരു ടാറ്റ കൊടുത്താലോ? ടാറ്റ. അതോട്ട് കൊച്ചു കരയത്, ബണ്ണിയങ്ങൾ പോകാന്ന് പറഞ്ഞു. കൊച്ചു കരയത്. അയ്യോ. ബണ്ണിയങ്ങൾ ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുത്തേ. യെസ്. ടാറ്റ കൊടുത്തേ. ബണ്ണിയങ്ങൾ പോവാ. ഓക്കെ, താങ്ക് യു ബണ്ണിയങ്ങൾ എന്ന് പറഞ്ഞേ. താങ്ക് യു ബണ്ണിയങ്ങൾ. യെസ്. താങ്ക് യു. ഓക്കെ. ബണ്ണിയങ്ങൾ പോവാണ്. ഓക്കെ. യെസ്. ടാറ്റ ബണ്ണിയങ്ങൾ. ഓക്കെ. ബണ്ണിയങ്ങൾ പോയി. ഓക്കെ, യെസ്. ഹലോ, ദൈവനാമത്തിന്റെ സ്തോത്രം. നമ്മുടെ ഹൈവേ ചർച്ചിന്റെ VBS ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈവേ ചർച്ചിൻ്റെ ഫെയ്ത്ത് ഹോമിലാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത VBS ഇന്ന് 4ാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുന്നു. അപ്പം നമുക്കിതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എങ്ങനെ ഉണ്ടായിരുന്നു എക്സൽ VBS പല വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ വർഷവും AI ജെന്നിൻ്റെ VBS ഇവിടെ നടക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് റിവ്യൂ എന്ന് നമുക്ക് ഓരോ ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും ഇവിടുത്തെ പാസ്റ്ററോടും നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് ആദ്യം മൂവേഴ്സ് ക്ലാസ്സിൻ്റെ ടീച്ചറിനോട് ചോദിക്കാം. വളരെ നന്നായി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചറിനോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ VBS എന്ന് നമുക്ക് ചോദിക്കാം. യെസ് ടീച്ചർ, നമ്മുടെ VBS എങ്ങനെ ഉണ്ടായിരുന്നു? എക്സൽ VBS സൂപ്പറായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ അതിനെ അറ്റൻഡ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ ലൈഫിലും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നിലയിൽ കുഞ്ഞുങ്ങളെ വചനം പഠിക്കുവാൻ ദൈവം എനിക്കും കൃപ ചെയ്തു. നല്ല പാട്ടുകൾ, നല്ല സ്റ്റോറികൾ കേൾക്കാനൊക്കെ ദൈവം സഹായിച്ചു. വാക്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഞാൻ കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിച്ചത് ആക്ഷൻ കാണിച്ചാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. മൂവീസ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആക്ഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലത് നിലനിൽക്കുകയും പിന്നീട് അതുങ്ങൾ വ്യക്തമായിട്ട് ആ വാക്യം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ നല്ല നിലയിൽ കഴിഞ്ഞ 4 ദിവസം മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു. എക്സൽ BBSനെ ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. VBS എങ്ങനെയുണ്ട്? അനുഗ്രഹമായിട്ട് സന്തോഷമായിരുന്നു. മക്കളെ എങ്ങനെയുണ്ട് VBS? സൂപ്പർ, അടിപൊളി. യെസ്, സൂപ്പർ അല്ലേ? യെസ്. ടീച്ചറെ, നമ്മുടെ VBS എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി.
അടിപൊളി. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മൂവേഴ്സ് ക്ലാസ്സിലോട്ടാണ്. യെസ് മക്കളെ, ഇന്നലെ പറഞ്ഞ ഫസ്റ്റ് ഡേയിലെ വാക്യം പറയാവോ? ഓക്കെ, ഗുഡ് ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു EBS? കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ബണ്ണിയെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചറെ സൂപ്പർ അല്ലായിരുന്നു EBS? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പറായിരുന്നു. എങ്ങനെ സൂപ്പർ അല്ലായിരുന്നു EBS? എൻജോയ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ ടീച്ചർ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാണ്. ഓക്കെ, യെസ് യെസ് യെസ്, ഗോഡ് ബ്ലെസ് യു. എക്സൽ EBS എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? എങ്ങനെയുണ്ട് പാട്ടും ആക്ഷനൊക്കെ? ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സ്റ്റോറീസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു 4 ദിവസത്തെ EBS? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടീച്ചർ എങ്ങനെയുണ്ട് EBS? നല്ല EBS, അടിപൊളി EBS ആയിരുന്നു. യെസ് സൂപ്പറാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ നിൽക്കുന്നത് നമ്മൾ EBS നടക്കുന്ന ഹൈവേ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബിനു ജോണിനൊപ്പമാണ്. അപ്പോൾ പാസ്റ്ററാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എക്സൽ EBS ഇവിടെ നടത്തുന്നത്. നമുക്ക് പാസ്റ്ററോട് ചോദിക്കാം എങ്ങനെയുണ്ട് EBS ഈ വർഷത്തെ AI Gen നമ്മുടെ EBS 2024 അഭിപ്രായങ്ങൾ നമുക്ക് പ്രിയ പാസ്റ്ററോട് ചോദിക്കാം. യെസ്. വളരെ അനുഗ്രഹമായിരുന്നു. ഓരോ വർഷവും വ്യത്യസ്തമായ രീതിയിൽ പുതിയ തീമോടെ വളരെ കാലത്തിനനുസരിച്ച് ഉള്ള തീം സെലക്ട് ചെയ്ത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സോങ്സ്, ലെസൺസ് തയ്യാറാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്, വളരെ റെലവൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എക്സൽ ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. വളരെ ക്രിയേറ്റീവായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഏജ് ഗ്രൂപ്പിനും മനസ്സിലാകുന്ന രീതിയിൽ ലെസൺസ് തയ്യാറാക്കി ക്രമീകരിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ ശ്രേഷ്ഠമായി ഈ വർഷത്തെ EBS നടക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏകദേശം ഒരു 100 സ്റ്റുഡൻസിന് അടുത്തുണ്ടായിരുന്നു. ഇപ്രാവശ്യം അല്പം കൂടെ പ്രതീക്ഷിച്ചു. എന്നാൽ ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് 99 സ്റ്റുഡൻസ് വന്നു, രജിസ്ട്രേഷൻ ചെയ്തു. പിന്നത്തേതിൽ 20 വന്നു, പിന്നെ 10 വന്നു. ഇന്നും മൂന്നാമത്തെ ദിവസം 5 പിള്ളേരോളം ഉണ്ട്. ഏകദേശം അങ്ങനെ ഒരു 140 സ്റ്റുഡൻസിനടുത്ത് ഈ പ്രാവശ്യം സോഫാർ എൻറോൾ ചെയ്തു. കുഞ്ഞുങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അനുഗ്രഹിക്കപ്പെട്ട ഡയറക്ടേഴ്സിനെ ദൈവം തന്നു. എനിക്ക് തോന്നുന്നു ജിതിൻ സാർ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒന്നുകൂടെ കൈകാര്യം ചെയ്യാനും ഈവൻ മുതിർന്ന പിള്ളേർ ഉൾപ്പെടെ ഞാൻ ശ്രദ്ധിച്ചത് വളരെ ശ്രദ്ധയോടെ അച്ചടക്കത്തോടെ അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും വളരെ സാമർഥ്യത്തോടെ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റി അവർക്കാവശ്യമുള്ള ലെസൺസ് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ രണ്ടുപേരെയും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇന്നലെ ബിൻസാർ വന്നിട്ടുണ്ടായിരുന്നു കുടുംബമായിട്ട്, അത് ആഡഡ് ബ്ലെസ്സിങ് ആയിരുന്നു. ഇന്ന് നമ്മുടെ ബണ്ണി വന്നു. കുഞ്ഞുങ്ങളെല്ലാം വീണ്ടും എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ നിലവാരത്തിൽ രീതിയിൽ കുഞ്ഞുങ്ങളെ എൻ്റർടൈൻ ചെയ്ത് അതേസമയം തന്നെ മൂല്യമൊന്നും നഷ്ടപ്പെടാതെ ദൈവിക ഉദ്ദേശം നിറവേറ്റുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി നല്ല EBS, നല്ല പാട്ടുകൾ, നല്ല വാക്യങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ, നല്ല ആക്ഷൻ സോങ്, എല്ലാം നല്ല, എല്ലാ വിധത്തിലും നല്ല EBS ആണല്ലേ? ഓക്കെ, യെസ്. മോളെ EBS എങ്ങനെയുണ്ട്? അടിപൊളിയാ. എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. EBS എങ്ങനെയുണ്ട്? അടിപൊളി. ഒന്നും പറയില്ല, പൊളിച്ചു. എങ്ങനെയുണ്ട് EBS? കിടുവല്ലേ? സൂപ്പർ അല്ലേ? യെസ്. പാട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്, പൊളി. യെസ്, സൂപ്പർ. യെസ്. ഇതാണ് നമ്മുടെ എക്സൽ EBSന്റെ 2024 AI Genനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ജനഹൃദയങ്ങളിലേക്കാണ് ഈ വർഷത്തെ എക്സൽ EBS എത്തിച്ചേർന്നത്. ഹൈവേ ചർച്ചിലെ EBS ഏകദേശം 140 സ്റ്റുഡൻസ് അടിച്ചു പൊളിക്കുകയാണ്. ബണ്ണി വന്നു, ഇന്നലെ ബിൻസാറ് വന്നു. വളരെ നന്നായിട്ട് ഈ വർഷത്തെ EBS പോകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൾറെഡി കണ്ടതാണ്. യെസ്, എക്സൽ EBS ഓൾവേസ് എക്സലൻറ്റ്.